ഇന്നേ ഞാൻ മോന് തറവാട് എന്ന കഥയുടെ 4-ാം ഭാഗം പറഞ്ഞു തരാം. കേട്ടോ കുട്ടാ? ഈ ഭാഗം കേൾക്കുന്നതിന് മുന്നേടാ, അതിന് മുന്നേയുള്ള ഭാഗങ്ങളൊക്കെ അമ്മയുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് മോൻ കണ്ടിട്ട് വാ. പിന്നെ അമ്മ ചൂടൻ എപ്പിസോഡുകളും പച്ചയ്ക്ക് പറയുന്ന കഥകളുമൊക്കെ അമ്മയുടെ ടെലഗ്രാം ഗ്രൂപ്പിലായിടുന്നത്. അതിൻ്റെ ലിങ്ക് അമ്മ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം പോയി അതിലൊന്ന് ജോയിൻ ചെയ്തേരെ. തോളിൽ കൂടി ഒഴുകിയ വെള്ളം അമ്മയുടെ ആ മാമ്പഴങ്ങൾക്ക് മേലെയുള്ള മുണ്ടിനെ മുഴുവൻ നനച്ചിരുന്നു. ആ മുഴുത്ത കരിക്കിൻ്റെ വലിപ്പമുള്ള ആ മാംസതളങ്ങൾ മുഴുവനും വെള്ളത്താൽ നനഞ്ഞ മുണ്ടിലൂടെ നേളിച്ച് കാണാം. അപ്പോഴാണ് മുണ്ടിന് പുറത്തുകൂടി വെള്ളം വീണ് ആ കണ്ണി തെളിഞ്ഞ് കണ്ടത്. വെള്ളം അമ്മയുടെ കണ്ണിയിൽ കൂടി ഒഴുകി താഴേക്ക് പോകുന്നുണ്ട്. വെള്ളത്താൽ വയറിലൊട്ടിപ്പിടിച്ച് നിന്ന മുണ്ടിൽ അമ്മയുടെ പൊക്കിൽ ചുഴി തെളിഞ്ഞ് കാണുന്നുണ്ട്. വലിയ പൊക്കിൽ ചുഴി വട്ടം നല്ലോണം നെല്ലടിക്കുന്നുണ്ട്. അതിനു താഴേക്ക് മുണ്ട് അരക്കെട്ടിൻ്റെ സംഗമസ്ഥാനത്ത് ഒട്ടി നിൽക്കുന്നു. അവിടെ ചെറിയ കുഴി പോലെ മുണ്ട് രൂപം കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ അമ്മയുടെ കുറച്ച് രോമം നേളടിച്ച് നിൽക്കുന്നു. പിന്നെ താഴോട്ട് മുണ്ടിൽ നനഞ്ഞ് 2 കൊഴുത്ത ഉരുണ്ട തുടകളും കാണാം. വെള്ളം അവിടെയൊക്കെ തഴുകിക്കൊണ്ട് താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടി വെള്ളമൊഴിക്കുന്നത് അറിഞ്ഞാണ് ഞാൻ നോട്ടം മാറ്റിയത്. ഓ അമ്മേ, തണുക്കുന്നു. സ്വപ്നം കണ്ടു നിൽക്കാതെ കുളിക്ക് കണ്ണ. ഞാനൊരു വള്ളിച്ച ചിരി ചിരിച്ച് വെള്ളം കോരി ദേഹത്തൊഴിച്ചു. അപ്പോഴേക്കും അമ്മ സോപ്പ് തേച്ച് തുടങ്ങിയിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അമ്മ തോളിലും കയ്യിലും കാലിലുമെല്ലാം സോപ്പ് തേച്ചു. കൈ രണ്ടും മാറി മാറി പൊക്കി ആ കക്ഷത്തിൽ സോപ്പ് തേക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് രോമം കണ്ടു. പിന്നെ അത് സോപ്പ് പതയിൽ ഒളിച്ചു നിന്നു. പിന്നെ എനിക്ക് പുറം തിരിഞ്ഞു നിന്ന് മുണ്ടൊന്ന് താഴ്ത്തി അടിയിലായി അരക്കെട്ടിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ അമ്മയുടെ അവിടെ ആകെ സോപ്പ് തേക്കുന്നത് ഞാൻ പിറകിൽ നിന്ന് കണ്ടു. പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അമ്മയുടെ ആ ഇറച്ചിപ്പാളികൾ എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വിരിഞ്ഞ പുറം മുഴുവൻ വെള്ളത്തുള്ളികൾ കൊണ്ട് അലങ്കരിച്ച് തിളങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. അമ്മ അവിടെയെല്ലാം സോപ്പ് തേച്ച് കഴിഞ്ഞ് കൈ കുറച്ച് താഴേക്ക് കൊണ്ടുവന്ന് സോപ്പ് തേക്കാൻ തുടങ്ങി. ഇപ്പോൾ അമ്മ വയറിലായിരിക്കും സോപ്പ് തേക്കുന്നത് എന്ന് ഞാൻ ഊഹിച്ചു. കണ്ണ, സോപ്പ് തേച്ചില്ലേടാ ഇതുവരെ? അമ്മേ, ഒരു സോപ്പേ ഉള്ളല്ലോ. ഇന്ന് എൻ്റെ തേക്കൽ കഴിഞ്ഞ് മോന് സോപ്പ് തേക്കാം. ശരി അമ്മേ. ആ നഗ്നമായി പുറത്ത് ഞാനൊന്ന് തലോട്ടി നോക്കി. നല്ല മിനുസമുണ്ട്. എന്താ കണ്ണ, അമ്മയുടെ പുറം നല്ല ഭംഗിയുണ്ടമ്മേ. എന്തൊരു മിനുസമാ. ആഹാ, എൻ്റെ പുറം നോക്കി നിൽക്കാ നീ. പുറത്ത് ഒന്ന് സോപ്പിട്ട് തന്നേ കണ്ണ. ഞാൻ പെട്ടെന്ന് അമ്മയുടെ പുറത്ത് ഉമ്മ കൊടുത്തു. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. കണ്ണ, കളിക്കല്ലേടാ. നല്ല തണുപ്പ് അമ്മയുടെ പുറത്തിന്. അത് പിന്നെ നല്ല തണുത്ത വെള്ളമല്ലേ കുട്ടാ, അതാ തണുപ്പ്. വേഗം തേക്കടാ. ഞാൻ സോപ്പ് വാങ്ങി അമ്മയുടെ പുറം മുഴുവൻ തേച്ചു. 2 കൈ കൊണ്ടും ഞാൻ ആ പുറം മുഴുവൻ തലോടി. എൻ്റെ കൈ ആ പുറത്ത് നല്ലോണം തെന്നി കളിച്ചു. എനിക്ക് കൈയെടുക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് അമ്മയുടെ ഇടുപ്പിൽ ഒരു മടക്ക് കണ്ടത്. ഞാൻ അവിടെയും സോപ്പ് തേക്കാൻ തുടങ്ങി.
നല്ല കുട്ടി, ഇനി സോപ്പ് എനിക്ക് താ. ഞാൻ അത് അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ വീണ്ടും 2 കൈ കൊണ്ട് ഇടുപ്പിൽ ഞാൻ പതപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നെ വീണ്ടും ഞാൻ 2 കൈ കൊണ്ടും അമ്മയുടെ ഇടുപ്പിൽ പതപ്പിച്ചു കൊണ്ടിരുന്നു. മതി കുട്ടാ. ഞാൻ ആ 2 ഇടുപ്പിൻ്റെ മടക്കിലും ഒന്ന് പിടിച്ചമർത്തി. നല്ല സോഫ്റ്റായ ഭാഗമാണത്. പെട്ടെന്ന് അമ്മയിൽ നിന്ന് ഒരു ഞരക്കം ഞാൻ കണ്ടു. കണ്ണാ, കളിക്കാൻ നിൽക്ക, വേഗം കുളിച്ചേ. ഞാൻ പിന്നെയും ആ ഇടുപ്പിൽ പിടിച്ച് ഒന്നമർത്തി. അടി മേടിക്കും. അമ്മ മുണ്ടൊന്ന് ലൂസാക്കി കൈ അരക്കെട്ടിലേക്ക് താഴ്ത്തി സോപ്പ് തേക്കുന്നതിനിടയിലാണ് അത് പറഞ്ഞത്. അമ്മയുടെ കൈ മുകളിലേക്കും താഴേക്കും ഇരിക്കുമ്പോൾ പതയുടെ ശബ്ദം കേൾക്കാം. അത് കഴിഞ്ഞ് അമ്മ മുണ്ട് ശരിക്ക് കൊത്തി എൻ്റെ കയ്യിൽ സോപ്പ് തന്നു. ഞാൻ ആ സോപ്പ് വാങ്ങി നോക്കിയപ്പോൾ അതിൽ 3-4 മുടി കണ്ടു. എൻ്റെ ചെറുവിരലിൻ്റെ കാൽഭാഗം മാത്രമേ അതിന് നീളമുള്ളൂ. ഞാൻ നോക്കുന്നത് കണ്ട് അമ്മ സോപ്പ് വാങ്ങി നോക്കി. ആ സോപ്പിൽ നോക്കിയ അമ്മ അതിൽ രോമം കണ്ട് എന്നെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു. ഇതിൽ എങ്ങനാമേ മുടി വന്നേ? അമ്മയപ്പോൾ ഒന്ന് ചമ്മി എന്നെ നോക്കി. പറയമ്മേ. അത് നിന്റെ തലമുടിയാവും മോനെ. അതിന് ഞാൻ സോപ്പ് തേച്ച് തുടങ്ങിയില്ലല്ലോ അമ്മേ, പിന്നെ എങ്ങനെയാവാനാ? അത് ചിലപ്പോൾ പറന്നു വന്നതാവടാ. അതും പറഞ്ഞ് അമ്മ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എൻ്റെ കക്ഷത്തിലുള്ള രോമമാവും ചെക്ക. അപ്പോൾ അമ്മയുടെ പുറത്ത് സോപ്പ് തേക്കുമ്പോൾ ഞാൻ കണ്ടില്ലല്ലോ. ഈ ചെക്കൻ്റെ ഓരോ സംശയങ്ങൾ. പറയമ്മേ. അത് സമയമാവുമ്പോൾ അമ്മ പറഞ്ഞു തരാം. ഇപ്പോൾ പറഞ്ഞ കുട്ടന് മനസ്സിലാവില്ലടാ. ശരി അമ്മേ. അമ്മ സോപ്പിലെ മുടി മുഴുവൻ കളഞ്ഞ് എനിക്ക് തന്നു. ഞാൻ തലയിലും കഴുത്തിലുമെല്ലാം തേച്ച് നിന്നപ്പോൾ അമ്മ കാലൊന്ന് അവിടെയുള്ള കല്ലിൽ കയറ്റി വെച്ച് മുണ്ടെന്ന തുടയിൽ നിന്ന് മാറ്റി വെച്ചു. ആ കൊഴുത്ത തൊടുത്ത തുടകൾ കണ്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. അമ്മേ, ഇവിടെ ഞാൻ തേച്ച് തരാം. എന്നാൽ വേഗം തേച്ചോ മോനെ. ഞാൻ സോപ്പ് കൊണ്ട് അമ്മയുടെ തുട മുഴുവൻ പതപ്പിച്ചു. അമ്മയുടെ പുറത്തിനേക്കാൾ മിനുസം തുടയിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ 2 കൈ കൊണ്ടും ചുറ്റിപ്പിടിച്ച് വിരൽ കൂട്ടി മുട്ടിക്കാൻ നോക്കി. പക്ഷേ അമ്മയുടെ തുടയിലൂടെ അത് സാധിക്കുന്നില്ല. നീ എന്താ എൻ്റെ തുടയുടെ അളവെടുക്കുവാണോ? ഞാനൊന്ന് ചിരിച്ചു. കൈ അങ്ങനെ തന്നെ വെച്ച് താഴേക്കും മുകളിലേക്കും അമ്മയുടെ തുടയിലൂടെ ഉരച്ചു കൊണ്ടിരുന്നു. കൈ നല്ലോണം മുകളിലേക്ക് പോയപ്പോൾ അമ്മ കാൽ താഴ്ത്തിയിട്ടു. മുകളിൽ ഞാൻ നേരത്തെ തേച്ചതാ മോനെ, ഇനി ഈ കാലിൽ തേക്ക്. അമ്മ മറ്റേക്കാൽ അതുപോലെ തന്നെ വെച്ച് തുട കാണിച്ചു തന്നു. ഞാൻ അതും അതേപോലെ സോപ്പ് തേച്ച് കൊടുത്തു. പിന്നെ അമ്മ സോപ്പ് തേക്കൽ കഴിഞ്ഞ് നിന്നു. തലയിൽ മാത്രമേ നീ സോപ്പ് തേച്ചുള്ളൂ? ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഞാൻ തേച്ച് തരാം മോനെ. അല്ലെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോക്ക് നടക്കില്ല. അമ്മ എന്നെ പിടിച്ച് മുന്നിലേക്ക് വലിച്ചു നിർത്തി. പിന്നെ വെള്ളം കോരി എൻ്റെ തോളിലൂടെ ഒഴിച്ചു. എന്നിട്ട് സോപ്പ് തേക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മയുടെ മുണ്ടിൽ നിന്ന് വെള്ളം വലിച്ച് എൻ്റെ കാലിൽ വീഴുന്നതിന് ഒരു ചൂട് ഞാൻ അറിഞ്ഞത്. മോനെ, ഈ കഥയുടെ ബാക്കി ഭാഗമേടാ അമ്മ നാളെ തന്നെ പറഞ്ഞു തരാം. മോന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേടാ. അപ്പോൾ അമ്മ നാളെ കഥയിടുമ്പോൾ മോന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അമ്മയുടെ
വേറെ കഥകളും കേൾക്കാൻ മറക്കല്ലേടാ. അമ്മയുടെ എല്ലാ കഥകളും അമ്മയുടെ ആ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അമ്മ അത് കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ടടാ. അമ്മയുടെ കഥകളൊക്കെ കേട്ട് മുനിങ്ങനെ കിടന്നുറങ്ങിക്കോടാ.